ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. JCND അഥവാ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പിലൂടെ ഒരു പ്രാവശ്യം കൂടി ദൈവവചനം ഷെയർ ചെയ്യുവാൻ അനുവദിച്ച കൃപാലുവായ ദൈവത്തിന് മഹത്വം. അവസരം നൽകിയ അഡ്മിന്മാർക്കും ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം. അവൻ എന്ന പരമ്പരയിൽ പാറ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. നാം നിഴലിലൂടെ സഞ്ചരിച്ച് എത്തുന്നത് പൊരുളിലാണ്, സാക്ഷാൽ സത്യദൈവത്തിൽ. അവൻ തന്നെ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അത് ക്രിസ്തുവാണ്. അതുപോലെ പൊരുളിൽ നിന്ന് പുറകോട്ട് നാം സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിഴലിലൂടെ സഞ്ചരിച്ചാൽ സത്യദൈവമായ യഹോവയിൽ എത്തുന്നു, അതായത് ഏകസത്യദൈവത്തിൽ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഞാൻ പിതാവിലും പിതാവിനിലുമാണ്, ഞാനും പിതാവും ഒന്ന് തന്നെ എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഈ സത്യം നാം മനസ്സിലാക്കണം. പരിശുദ്ധ ആത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പരിശുദ്ധ ആത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. സങ്കീർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നാം വായിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ ഈ 18-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിൽ 8 വിഷയമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പാറ എന്ന വിഷയത്തെ മാത്രമാണ് ഞാനിപ്പോൾ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഇതിൽ 8 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. യഹോവ എൻ്റെ ശൈലം, പർവ്വതമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയാണ്, എൻ്റെ പരിചയാണ്, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. അനുഗ്രഹീതമായ ഈ നല്ല വിഷയങ്ങൾ ആധികാരികമായി നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിങ്കിലുള്ള വിശ്വാസം എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ദൈവമെന്നുള്ളതായ ഒരു വിഷയം സുദീർഘമായി പല ആംഗിളുകളിൽ, കോണുകളിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ആരാണ് സത്യ ദൈവം എന്ന്? 78-ാം സങ്കീർത്തനത്തിൻ്റെ 35-ൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. സ്തോത്രം. ദൈവം നമ്മുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. സ്തോത്രം. അപ്പോൾ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവം നമ്മുടെ പാറയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവിക വചനത്തിൽ ആധികാരികമായി നമുക്ക് പല വിഷയങ്ങളും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്.
വളരെ ഗൗരവപൂർവം ദൈവത്തിൻ്റെ വചനം നാം ചിന്തിക്കുകയും പഠിക്കുകയും സത്യദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് പലപ്പോഴും ദൈവ സത്യവചനത്തെ യഥാർത്ഥമായി അറിയുവാൻ കഴിയാതെ നമ്മളായിരിക്കുന്നത്? സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ വന്നിട്ടും ഈ സത്യങ്ങളെ എന്തുകൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തത്? നാം ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ ശ്വാസത്തിലൊക്കെയും നാം തികഞ്ഞവനായി തീരുവാൻ സ്തോത്രം ഉപയുക്തമായി ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സകല വചനങ്ങളെയും നമ്മൾ കണ്ടെത്തി അതിൽ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ദൈവം നമ്മുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെപ്പോലെ ഒരു പാറയും ഇല്ല. സ്തോത്രം. അപ്പം യഹോവയായ ദൈവത്തെ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തോത്രം പാറയായി ഉപമാനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായി നമുക്ക് കാണാം. സ്തോത്രം. അതുകൊണ്ട് ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ സ്തോത്രം ഞാനല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയും ഇല്ല. ദൈവമായ കർത്താവായ യഹോവ പാറയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. വീണ്ടും യെശയ്യാ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനല്ലാതൊരു ദൈവമുണ്ടോ, ഒരു പാറയും ഇല്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. പാറയായി മറ്റൊരുത്തനെയും ദൈവം അറിയുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ സ്തോത്രം വളരെ ഗൗരവമായി നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സ്തോത്രം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 29, 43, 10 മുതൽ വായിക്കുക. ആവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 39 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, ഒരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. സ്തോത്രം. അപ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആകയാൽ മീതെ സ്വർഗത്തിലും സ്തോത്രം താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക.
ഇപ്പോൾ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും സ്വർഗങ്ങളിൽ സ്തോത്രം വസിക്കുന്ന ദൈവം അതല്ലാതെ വേറൊരുത്തനുമില്ല ഈ ഭൂമിയിലും. സ്തോത്രം. റോമാലേഖനക്കാരനൊക്കെയും പറയും, ദൈവമോ ഒരുവൻ മാത്രം. സ്തോത്രം. ദൈവം, ഹല്ലേലൂയ, അവൻ സർവശക്തനാണ്, വീണ്ടെടുപ്പുകാരനാണ്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെയാണ് ദൈവം. സ്തോത്രം. 1 യോഹന്നാൻ 5:20 സ്തോത്രം, അവൻ തന്നെയാണ് സത്യദൈവവും നിത്യജീവനുമെന്ന് എഴുതിയിരിക്കുന്നു. പ്രിയരെ, സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവമായിരിക്കുന്ന സ്തോത്ര ഒന്നാണ് ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അനേക വിഷയങ്ങൾ ദൈവവചനത്തിലുണ്ടെന്ന് വരികിലും പ്രധാനമായി ഈ വിഷയത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും സംസാരിക്കുന്നത്, പലരും വിചാരിക്കുന്നു അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയല്ല, അത് ഫോഷ്കാണെന്നൊക്കെയും പറഞ്ഞ് അനേകരെ തെറ്റിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ ആരെന്ന് പരിജ്ഞാനത്തിൽ യഥാർത്ഥമായി അറിയുമ്പോൾ യഹൂദന്മാരുടെ രാജാവായ സ്തോത്രം ദൈവം തന്നെയാണ് യേശുക്രിസ്തുവെന്ന് മനസ്സിലാകും. ഈ സത്യത്തെ നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളിലൂടെ യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയുന്നു. എങ്കിൽ മാത്രമാണ് അവൻ തന്നെ സത്യദൈവവും നിത്യജീവനെന്ന്, ഞാൻ തന്നെയാണ് അവനെന്ന് സ്തോത്രം യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 20-26 മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് അവൻ പഴയ നിയമത്തിൽ സ്തോത്രം നിഴലിലൂടെ പറഞ്ഞു സഞ്ചരിച്ച് എത്തുന്നത് പൂർണ്ണമായും പൊരുളിലേക്കാണ്. പൊരുൾ കർത്താവായ യേശുക്രിസ്തുവാണ്. പൊരുളിൽ നിന്ന് നിഴലിലേക്ക് സഞ്ചരിക്കുമ്പോൾ യഹോവയിൽ വന്നെത്തുന്നു. അതുകൊണ്ടാണ് നാമങ്ങളെക്കുറിച്ചുള്ള സുവിശേഷം അറിയണം എന്ന് പറഞ്ഞത്. അന്നാളിൽ അവൻ്റെ നാമം ഏകവും അവനേകനും. ഏകസത്യദൈവത്തെക്കുറിച്ച് ഉള്ള അറിവാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പോസ്തലപ്രവൃത്തിയിൽ നാം വായിക്കുന്നു, സ്തോത്രം, യോവേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ആത്മാവ് എന്നാണ്. സ്തോത്രം. എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ ആത്മാവാണ്. അപ്പോസ്തലന്മാരിലൂടെ യഹോവയുടെ ആത്മാവ് സംസാരിച്ചു. സ്തോത്രം. സ്തോത്രം. ഇങ്ങനെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ യേശു കർത്താവെന്ന് നമുക്ക് പറയുവാൻ കഴിയും. സ്തോത്രം. പ്രിയരെ, ഇവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ
9 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം വായിക്കുന്നു ഇങ്ങനെ: ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. സ്തോത്രം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം. യേശുക്രിസ്തു തന്നെയാണ് പുതിയ നിയമത്തിൽ അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 45 നാം വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 45 നാം ഇങ്ങനെ എഴുതിയിരിക്കുന്നതായ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 45. സ്തോത്രം. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടു പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും. സ്തോത്രം. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുള്ളവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരും. അവനിലൂടെ കേൾക്കുന്നത് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വെളിപ്പെട്ട് കിട്ടും. സ്തോത്രം. ഈ 7-ാം അധ്യായം വിവരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ചാകുന്നു എന്ന് നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഈ 6-ാം അധ്യായം നമുക്ക് വിലയേറിയ കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. 30 തൊട്ടൊക്കെയും വായിക്കുമ്പോൾ അത് നമുക്ക് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പ്രവചന പുസ്തകം അവനെക്കുറിച്ച് പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കും. സ്തോത്രം. യേശു ഇമ്മാനുവലാണ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. ഈ സത്യം നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പാറ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. 10-ാം അധ്യായം 1 മുതൽ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരു ആത്മീക പാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊരുളിലൂടെ നിഴലിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ, സ്തോത്രം, യഹോവയിൽ ചെന്ന് എത്തുന്നു. നിഴലിൽ നിന്ന് പൊരുളിലേക്ക് സഞ്ചരിക്കുമ്പോൾ, യാഥാർത്ഥ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, സ്തോത്രം, നാം ക്രിസ്തു എന്ന പാറയിൽ എത്തുന്നു. അതുകൊണ്ട് പ്രിയരെ, ഹല്ലേലൂയ,
ദൈവം നമ്മോട് സംസാരിക്കുന്നു. ആ പാറയിൽ നിന്നല്ലോ നിങ്ങൾ കുടിച്ചത്. ആത്മീക പാറ എന്നത് ക്രിസ്തുവായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മളെ അനുഗമിച്ചതായ പാറ. സ്തോത്രം. ലേഖനങ്ങളിലൂടെയും സുവിശേഷങ്ങളിലൂടെയും ഈ വിഷയത്തെ ആധാരമാക്കി പഴയ നിയമവേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകങ്ങളിലേക്കെയും കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആ പാറ വേറെ ഒരു പാറയല്ല, യഹോവയായ ദൈവം തന്നെയാകുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. ആ ആത്മീക പാറയിൽ നിന്നല്ലോ നിങ്ങൾ കുടിച്ചത്. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്ര സ്നാനമേറ്റു മോശയോട് ചെന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരു ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പഴയ നിയമവിശുദ്ധന്മാർ അറിയുന്നതായ പാറയായ യഹോവ തന്നെയാണ്. സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറ എന്ന് വെളിപ്പെടുത്തി. ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ അവനിലും അവൻ എന്നിലുമാണ്. എന്നെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ അറിയും. പ്രിയരെ, ഈ പരിജ്ഞാനം നാം മനസ്സിലാക്കി ഏകസത്യത്തെ അറിഞ്ഞ് ആ ഏകസത്യ ദൈവം കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അവൻ തന്നെയാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയായ ദൈവം. അവൻ്റെ നാമം തന്നെയാണ് യേശു എന്നത്. ഈ വെളിപ്പാട് അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38 സ്തോത്രം, യോവേൽ പ്രവാചകൻ പറഞ്ഞ സ്തോത്രം തിരുവെഴുത്ത് പ്രകാരം കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നപ്പോൾ, ഈ സത്യത്തെയാണ് അവർക്ക് സ്തോത്രം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് യഹോവയുടെ ആത്മാവിൽ സംസാരിച്ചതാണ് യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നാനപ്പെടണമെന്നുള്ളത്. അത് അപ്പോസ്തലന്മാരിലൂടെ വന്നതായ ഉപദേശം യഹോവയുടെ ആത്മാവിൽ അരുളി ചെയ്തതാണ്. സ്തോത്രം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ആ പാറ ക്രിസ്തുവായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിഴലിലൂടെ സഞ്ചരിച്ചെത്തുന്നത് പൊരുളായ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നിന്ന് സ്തോത്രം നിഴലിലൂടെ സഞ്ചരിച്ചെത്തുന്നത് യഹോവ എന്ന നാമത്തിലാണ്. ഈ നാമം ഒന്നാകും. സ്തോത്രം. ആ വെളിപ്പാടാണ് തൻ്റെ ഭക്തന്മാർക്ക് നൽകിയിരിക്കുന്നത്. ഏകസത്യ ദൈവം. ദൈവമോ ഒരുവൻ തന്നെ. ദൈവം ഏകൻ തന്നെ. സ്തോത്രം. ഈ സത്യത്തെ അറിഞ്ഞ് ഈ സത്യത്തെ വെളിപ്പെടുത്തി സ്തോത്രം, ദൈവമഹത്വത്തിനായി ഈ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ നമ്മെ എല്ലാവരെയും ഒരുപോലെ കൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
യേശുവേ നന്ദി, നന്ദി, നന്ദി. ഗോഡ് ബ്ലെസ് യു.